ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ ഇന്ന് വിഭജന ഭീതി ദിനം പാർട്ടീഷൻ ഹൊറർ ഡേ ആചരിക്കുമോ എന്ന് ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ ഈ ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശം നൽകി സർക്കുലർ ഇറക്കി കഴിഞ്ഞു. ദിനാചരണം തടയുമെന്ന് SFIയും KSUവും വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്നു. അലക്സ് റാം, സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾ പടിവാതുക്കം നിൽക്കുമ്പോൾ ഈ പാർട്ടീഷൻ ഹൊറർ ഡേ ആഘോഷിക്കണം എന്നുള്ള കണ്ടുപിടുത്തം എന്തായാലും ഇത് സൂപ്പറായി. ചരിത്രം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം ഇന്ന് എന്താണ് ഈ ദിവസം സംഭവിച്ചത്. ജബൽപൂരിലൊക്കെ വർഗീയലകള പൊട്ടിപ്പുറപ്പെട്ട നിമിഷങ്ങളൊന്നും ഒരു ചരിത്ര വിദ്യാർത്ഥിക്കും മറക്കാൻ കഴിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും എന്ന് ഇന്ത്യ ബ്രിട്ടീഷിൻ്റെ നെടുകെ പിളർന്നപ്പോൾ അതിനൊക്കെ ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ച് ഇതിൽ മറ്റെന്തൊക്കെയോ താല്പര്യം കാണിച്ചാണ് രാജ്ഭവൻ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സംശയിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പറയൂ. SK, നിസ്സംശയം പറയാം, രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോവുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ കേരളം വലിയ വിവാദമായി ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ്. ഇതിൽ ഭരണകക്ഷി, അത് CPM ആകട്ടെ, സർക്കാരാകട്ടെ, ഒപ്പം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷമാകട്ടെ, അവരെല്ലാവരും ഗവർണറുടെ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു, പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SK സൂചിപ്പിച്ചതുപോലെ രാജ്യം വിഭജനത്തിൻ്റെ മുറിപ്പാടുകളിൽ നീറുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 14. അത് സർവകലാശാലകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഗവർണറെ എതിർക്കുന്നവർ പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഇന്നലെ രാത്രി തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുമായി സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ്, ഒരു സ്റ്റാൻഡിംഗ് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഗവർണറുടെ ഈ നിർദ്ദേശം സർവകലാശാലകൾ പാലിക്കാൻ പാടില്ല. കാരണം മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന ഒന്നും സംസ്ഥാനത്തെ സർവകലാശാലകളിലോ ക്യാമ്പസുകളിലോ നടത്താൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്ന നിർദ്ദേശം കർശനമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തുകയും ഈ നീക്കം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും സമാനമായി തന്നെ ഈ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംസ്ഥാനത്ത് ഏത് ക്യാമ്പസുകളിലാണ് ഈ വിഭജന ഭീതി ദിനം ആചരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സർക്കാരിന് കീഴിലുള്ള ക്യാമ്പസുകളിലൊന്നും ഈ ദിനം ഇന്ന്, അതായത് ഗവർണർ ആഹ്വാനം ചെയ്ത ഈ വിഭജന ഭീതി ദിനം ആചരിക്കുമെന്ന് കരുതുക വയ്യ. പക്ഷേ BJP എയ്ഡഡ് കോളേജുകളോ, അത്തരത്തിൽ മാനേജ്മെൻറ്റുകൾ ഭരിക്കുന്ന കോളേജുകളോ, അൺഎയ്ഡഡ് കോളേജുകളോ, ഒപ്പം ABVPക്ക് പ്രാതിനിധ്യമുള്ള, ABVP ശക്തിയുള്ള അത്തരം ക്യാമ്പസുകളിലോ ഈ വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം കോളേജിൽ വിഭജന ഭീതി ദിനം ആചരിക്കുമെന്ന് ABVP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഈ ദിനം ആചരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയും, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് SFIയും KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. SK, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഈ വിഷയം, ഈ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമടക്കം അക്കാദമിക വിഷയമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാദമിക വിഷയത്തിലല്ല ഈ സർവകലാശാല ഒന്നാകെ നോക്കേണ്ട ചാൻസലർ കൂടിയായ ഗവർണറും സർക്കാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൊമ്പ് കോർക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തുലാസിലാകുന്നത്. ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട തർക്കം പോലും അക്കാദമിക വിഷയമായിരുന്നില്ല. ഇത്തരത്തിൽ നോൺ അക്കാദമിക വിഷയങ്ങളിൽ ഗവർണർ തിട്ടൂരം പുറപ്പെടുവിക്കുന്നത് അംഗീകരിക്കാനാവില്ല. പ്രത്യേകിച്ച് സംഘപരിവാർ വൽക്കരിക്കുന്നതിന് അംഗീകരിക്കാനാകില്ലെന്ന് ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോഴാണ് ഈ വിഭജന ദിനമായി ആചരിക്കാൻ ഓഗസ്റ്റ് 14 ആഹ്വാനം ചെയ്ത കാര്യം കൂടി പുറത്തു വരുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു ഏതൊക്കെ കലാലയങ്ങളിൽ ഈ വിഷയം നടപ്പിലാക്കുമെന്ന്. കേരള, ഒപ്പം സാങ്കേതിക സർവകലാശാല, കണ്ണൂർ സർവകലാശാല, ഈ 3 സർവകലാശാലകളും അവർക്ക് കീഴിലുള്ള കോളേജുകളിൽ ഈ വിഭജന ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള നാടകങ്ങളോ പ്രസംഗങ്ങളോ ഒക്കെ അവതരിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. എവിടെ ഇത് നടത്തിയാലും തടയുമെന്ന് SFIയും KSUവും നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.